ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു വെറൈറ്റി ഓംലെറ്റ് ആണേ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ, ഹെൽത്തിയുമാണ്. ഇത് നമ്മൾ ഡയറ്റൊക്കെ ചെയ്യുന്നവർക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പകരം ഒരെണ്ണം കഴിച്ചാൽ മതി. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ചെറിയ പൊട്ടറ്റോ 3 എണ്ണമാണ്. വലിയ പൊട്ടറ്റോ ആണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമ്മളതെല്ലാം കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുക്കണം. എത്രത്തോളം നൈസായിട്ട് അരിഞ്ഞെടുക്കുന്നോ അത്രത്തോളം നല്ലതാണ്. അപ്പോൾ നമുക്ക് 3 പൊട്ടറ്റോയും നന്നായിട്ട് അരിഞ്ഞെടുക്കാം. ഇതെല്ലാം കൂടി അരിഞ്ഞെടുത്ത ശേഷം നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. അപ്പം നമ്മളെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിലോട്ട് മാറ്റി വെച്ചു. അതിനുശേഷം ഒരു പാത്രത്തിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അതിലേക്ക് നമ്മുടെ പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു പകുതി വേവാകുമ്പോൾ നമുക്ക് കോരി മാറ്റാം. അപ്പം നമ്മുടെ പൊട്ടറ്റോ കനം കുറച്ച് അരിഞ്ഞിരിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് പകുതി വേവായി കിട്ടും. അപ്പം നമുക്ക് അതെല്ലാം കൂടി ഒരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. അപ്പം നമ്മളതെല്ലാം കോരി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ബൗളെടുക്കാം. അതിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. ഒരു കോഴിമുട്ടയിൽ നിന്നും അല്പം തോട് അതിലേക്കായി, അതൊന്ന് മാറ്റി കൊടുക്കാം. പിന്നീട് നമുക്ക് അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയുടെ മഞ്ഞക്കുരുവും വെള്ളക്കുരുവും ഒന്നിച്ചാക്കി ബീറ്റ് ചെയ്തെടുത്ത ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നീട് നമുക്ക് ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടിയും 1/2 സ്പൂൺ ചതച്ച മുളകും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ കൂട്ടിലേക്ക് നമ്മൾ പകുതി വേവിച്ച് വെച്ചേക്കുന്ന ആ പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ചേർത്ത ഉപ്പ് കുറവാണെങ്കിൽ അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. പൊട്ടറ്റോയിലൊക്കെ ഉപ്പ് പിടിക്കാനുണ്ട്, അതുകൊണ്ട് ഒരല്പം ഉപ്പും കൂടി ചേർത്ത് ഒന്നും കൂടി ഇളക്കി മാറ്റി വയ്ക്കാം. അത് ഇത്തിരി നേരം അവിടെ ഇരിക്കട്ടെ, ഉപ്പൊക്കെ പിടിക്കട്ടെ. അപ്പോഴത്തേക്ക് നമുക്കൊരു പാൻ എടുത്ത് അടുപ്പിലോട്ട് വയ്ക്കാം. അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയ്ക്ക് പകരം ബട്ടർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത്. ബട്ടർ ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കത് ആ പാത്രത്തിൽ എല്ലായിടവും നന്നായിട്ടൊന്ന് പിടിപ്പിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മുടെ പൊട്ടറ്റോയും മുട്ടയും കൂടെ ചേർത്ത് വച്ചിരിക്കുന്ന കൂട്ട് ആ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് പൊട്ടറ്റോ എല്ലായിടവും നന്നായിട്ട് നിരത്തി കൊടുക്കാം. അതിനുശേഷം നമ്മളൊരടപ്പ് കൊണ്ട് ഇത് അടച്ചിട്ട് വേവിച്ചു കൊടുക്കാം. ചെറിയ തീയിലിട്ട് വേണം വേവിക്കാൻ. മുട്ടയായതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും, അതുകൊണ്ട് നമ്മൾ ചെറിയ തീയിലിട്ട് വേവിക്കണം. അതിനുശേഷം ഒരു ഭാഗം കുറച്ച് വെന്ത് കഴിയുമ്പോൾ നമ്മൾക്ക് ഇത് മറിച്ചിട്ട് കൊടുക്കാം. ആദ്യമേ എടുക്കുമ്പോൾ സൂക്ഷിച്ചെടുക്കണം, അല്ലെങ്കിൽ അത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ 2 തവിയൊക്കെ വെച്ചത് എടുത്ത് മറിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്കത് കുറച്ച് നേരം അടച്ചു വെച്ച് വേവിക്കാം. അടിഭാഗവും വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഒന്നും കൂടി മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ 2-3 പ്രാവശ്യം തിരിച്ചും മറിച്ചു വിട്ട് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം. ഈ സമയത്ത് നമുക്ക് ബട്ടർ ഉണ്ടെങ്കിൽ ഇതിൻ്റെ മേളിൽ അല്പം തൂകി കൊടുക്കാം. ഇപ്പോൾ 2 സൈഡും തിരിച്ചും മറിച്ചും 2-3 പ്രാവശ്യം ഇട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ അത് നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. മുട്ടയൊന്നും കരിഞ്ഞു പോകാതെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. ഇപ്പം നമ്മുടെ പൊട്ടറ്റോയൊക്കെ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, കുട്ടികളൊക്കെ ഇഷ്ടപ്പെടും, എല്ലാവർക്കും കഴിക്കാം. അപ്പോഴെല്ലാവരും ഈ ഒരു വെറൈറ്റി ഓംലെറ്റ് തയ്യാറാക്കണേ. ടാറ്റാ.